Students, residential status in the second session ആണിത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സെക്ഷൻ 6 ആണ്. ഇതിൽ നമ്മുടെ പേഴ്സൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു, ദെൻ HUFനെ പറ്റി പഠിച്ചു, 3 കമ്പനിയെ പറ്റി പഠിച്ചു, AOP BOI, local authority, firm, artificial judicial person. ഇത്രയും പേരാണ് നമ്മൾ പേഴ്സൻ്റെ ലിസ്റ്റിൽ വന്നത്. അപ്പോൾ ഇതിൽ ആരുടെ ആണേലും ഓരോ പ്രീവിയസ് ഇയറിലും ഓരോ റിലവൻറ്റ് പ്രീവിയസ് ഇയറിലും ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം ടാക്സ് ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രീവിയസ് ഇയർ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ റിലവൻറ്റ് പ്രീവിയസ് അസസ്മെൻറ്റ് ഇയർ ഏതാണ്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2020-21. ഇതിൻ്റെ റിലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 1920. അപ്പോൾ ഈ ഓരോ ഇയറിൻ്റെയും റിലവൻറ്റ് പ്രീവിയസ് ഇയറിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം. അത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നോക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് സെക്കൻഡ് സെഷനാണ്. ഇനി പെൻഡിങ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി 6 പേരാണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ അത്രയും ലെങ്തി ആവത്തില്ല, ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. നമുക്ക് 1 by 1 നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെഷൻ കണ്ടിട്ട് മാത്രം ഇത് കാണുക. അപ്പോൾ നെക്സ്റ്റ് വരേണ്ടുന്നത് HUF. അപ്പോൾ HUF എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സെഷൻസ് എല്ലാം കണ്ടിട്ട് മാത്രം ഇത് കാണുക, അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് 2 കാറ്റഗറിയാണുള്ളത്. എന്താണ്? റെസിഡൻ്റ് എന്നും നോൺ റെസിഡൻ്റ് എന്നും. റെസിഡൻ്റ് ദെൻ നോൺ റെസിഡൻ്റ്. ഒരു HUF എപ്പോഴാണ് റെസിഡൻ്റ് ആവുന്നത്? ഇപ്പോൾ റെസിഡൻ്റ് ആവുന്നതിന് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ഓർ പാർട്ട് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ്. അതായത് 100% അല്ലെ മൊത്തത്തിൽ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ഇതിൻ്റെ അഫയേഴ്സ് ഇന്ത്യയിലാണ് മാനേജ് ചെയ്യപ്പെടുന്നതെങ്കിൽ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, ദെൻ ഇറ്റ് ബിക്കം എ റെസിഡൻറ്റ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണേലും മതി, കുറച്ചായാലും ഫുള്ളാണേലും മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നോൺ റെസിഡൻറ്റിൻ്റെ കാറ്റഗറി എങ്ങനെയായിരിക്കും വരുന്നത്? ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് എങ്കിലാണ്, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും വരുവാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ HUFനെ നമുക്ക് നോൺ റെസിഡൻ്റ് എന്ന് പറയാം. ഇനി HUF റെസിഡൻ്റ് ആയാൽ, HUF റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാലുള്ള കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? റെസിഡൻറ്റിനെ നമുക്ക് ഓർഡിനറി റെസിഡൻ്റ് എന്നും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും പറയാം. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പഠിച്ചു. HUFൻ്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എന്താ നമ്മൾ പഠിച്ചത്? അഡീഷണൽ കണ്ടീഷൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവും, ഓർഡിനറിലി റെസിഡൻ്റ് ആവും, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവും. ആ ഇഷ്യൂയിലേക്കേ ഞാൻ പോകുന്നില്ല, കാരണം അത് നിങ്ങൾ ആ വീഡിയോസ് കണ്ടോളുക. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ മെമ്പേഴ്സിനെ പിന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സിനെ നോക്കിയാൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഒരാൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും, ഒരാൾ ചിലപ്പോൾ ലണ്ടനിലായിരിക്കും, ഒരാൾ വേറൊരു സ്ഥലത്തായിരിക്കും, ഇനി ദുബായിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഇന്ത്യയിലുള്ള സ്റ്റേ നോക്കി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? കർത്തായുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കും. കർത്ത എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയുടെ മെയിൻ ആൾ, മുഖ്യ എന്നൊക്കെ പറയുന്ന ആൾ.
ഇപ്പോൾ കർത്ത ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF എന്താണ്? ഓർഡിനറി റെസിഡൻറ്റ്. HUF ഓൾസോ എ ഓർഡിനറി റെസിഡൻറ്റ്. കർത്ത നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF ഓൾസോ എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ഇതിൽ കർത്തായ ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇൻഡിവിജ്വലിനുള്ള അഡീഷണൽ കണ്ടീഷൻസ് തന്നെയാണ് ആപ്ലിക്കബിലിറ്റി. നിങ്ങൾ അവിടെ നോക്കിക്കൊള്ളുക. അപ്പോൾ HUFൻ്റെ കേസ് ഇതേ ഉള്ളൂ. 100% എയ്തർ പാർട്ട് ഓർ ഹോളി മാനേജ്മെൻറ്റ് കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡൻ്റ് ആണ്, അതർവൈസ് ഇറ്റ്സ് നോൺ റെസിഡൻറ്റ്. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ നിങ്ങൾക്ക് ഓർഡിനറി എന്ന് നോട്ട് ഓർഡിനറി എന്ന് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ കർത്തായുടെ സ്റ്റാറ്റസ് നോക്കുക. കർത്ത ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF ഓർഡിനറി റെസിഡൻ്റ് ആണ്. കർത്ത നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF ഓൾസോ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. HUF കഴിഞ്ഞു. ദെൻ വേറെ എല്ലാവർക്കും കോമൺ ആയി, കമ്പനി ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം കോമൺ ആയിട്ടാണ് വരുന്നത്. കമ്പനി അല്ലാതെ വേറെ ഏതൊക്കെ ആൾക്കാരാണുള്ളത്? AOP, BOI, ലോക്കൽ അതോറിറ്റി, ഫേം, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇതിൽ ഒരാളുടെ പഠിച്ചാൽ മതി, എല്ലാവർക്കും ഒരേ രീതിയാണ് വരുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് HUFനും ഇൻഡിവിജ്വലിനും മാത്രമേ ഉള്ളൂ 4ആയിട്ട് റെസിഡൻ്റ് ആകുമ്പോൾ പിന്നെ വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നത്. വേറെ ആർക്കും ആ ക്ലാസിഫിക്കേഷൻ വരത്തില്ല. അതായത് ഓർഡിനറി റെസിഡൻ്റ് എന്നും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് HUFനും ഇൻഡിവിജ്വലിനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, എയ്തർ റെസിഡൻ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ റെസിഡൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? റെസിഡൻ്റ് ആവണമെങ്കിൽ അവരുടെ അഫയേഴ്സ് ഫുള്ളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആയിരിക്കണം. അതായത് HUFൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 100% ഓർ പാർട്ട് അഫയേഴ്സ് ഇന്ത്യയിലായിരിക്കണം എങ്കിൽ നിങ്ങൾ റെസിഡൻ്റ് ആണ്. അപ്പം ഹോളി ഔട്ട്സൈഡിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻറ്റ്. ഇത് എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിളാണ്. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻറ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ചെറിയൊരു പാർട്ട് പോലും ഇവിടെ കൺട്രോൾ വന്നാൽ തന്നെ റെസിഡൻ്റായിട്ട് കണക്കാക്കും. അതർവൈസ് മുഴുവനായിട്ടും, അതായത് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ നോൺ റെസിഡൻ്റായിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മളുടെ ഇതിൽ വന്നിട്ട് നമ്മൾ 6 പേരെ കവർ ചെയ്ത് ഇനി വരുന്നത് കമ്പനി. കമ്പനിയുടെ കേസിലെന്ന് പറയുമ്പം കമ്പനി പലതരത്തിലുണ്ട് അല്ലേ? കമ്പനി വന്നിട്ട് കമ്പനിയാണ് അസസ് എങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇന്ത്യൻ കമ്പനിയാണോ? ഇന്ത്യൻ കമ്പനിയാണോ എന്ന ക്വസ്റ്റ്യന് യെസ് എന്നാണ് മറുപടി എങ്കിൽ നിങ്ങൾ റെസിഡൻ്റ് ആണ്. ദെൻ ഇന്ത്യൻ കമ്പനി ആണോ എന്ന ക്വസ്റ്റ്യന് നോ എന്നാണ് മറുപടി എങ്കിൽ വേറെ ഒരു ക്വസ്റ്റ്യനൂടെ ചോദിക്കും. നിങ്ങളുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, പോയം എന്ന് പറയും അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതായത് ഇന്ത്യൻ കമ്പനി അല്ല, ഫോറിൻ കമ്പനിയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇന്ത്യൻ കമ്പനി മാത്രമേ റെസിഡൻ്റ് ആവും, ഫോറിൻ കമ്പനിക്ക് റെസിഡൻഷ്യൽ സ്ലിപ്പ് കിട്ടത്തില്ല. അങ്ങനെയല്ല. അവർ ഇന്ത്യൻ കമ്പനി ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു നോ, ഞങ്ങൾ ഇന്ത്യൻ കമ്പനി അല്ല. അപ്പം നമ്മൾ ചോദിക്കുന്നു നിങ്ങളുടെ പോയം എവിടെയാണ്? പോയം എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അത് ഇന്ത്യ ആണെന്ന് പറഞ്ഞാൽ റെസിഡൻറ്റ്, ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്നാൽ കമ്പനി ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ഇന്ത്യൻ കമ്പനിയാണോ? ഇന്ത്യൻ കമ്പനി ആണ് എങ്കിൽ യു ആർ എ റെസിഡൻറ്റ്. അപ്പോൾ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ഇന്ത്യൻ കമ്പനിയാണോ? ഇന്ത്യൻ കമ്പനി ആണ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ വേറെ ഫെർദർ ക്വസ്റ്റ്യനിങ്ങിൻ്റെ സാധ്യതയില്ല, റെസിഡൻ്റ് ആണ്. അതർവൈസ് ഇന്ത്യൻ കമ്പനി അല്ല എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു കാറ്റഗറൈസേഷൻ വരും. നിങ്ങളുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇവിടെയാണോ, ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ റെസിഡൻറ്റ്, അതർവൈസ് നിങ്ങൾ റെസിഡൻ്റ് അല്ല. ഇതാണ് അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന ടോപ്പിക് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബുക്കുകളിൽ ഒരുപാടുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ സമ്മറൈസ് ചെയ്ത് പഠിച്ചോളുക. Thank you very much for watching. Please like, share and subscribe my channel. Thank you.